ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ആവാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഒരുപാട് ദിവസം കളിച്ചുകൊണ്ടിരുന്ന, ഈവൻ ഞാൻ വരെ ഒരു ഒന്നര വർഷം ഞാൻ പറയുന്നില്ല, ഒരു വർഷമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെലിഗ്രാം പ്രൊജക്റ്റാണ് ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഈ ഒരു ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ അവരെന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, സ്വാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ആൾറെഡി തന്നെ എയർ ഡ്രോപ്പ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നേക്ക്. ഇന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം. പഴയ ആൾക്കാർക്ക് ആയിരിക്കും ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കുക. അപ്പോൾ ആൾറെഡി കളിച്ചിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ ചോദിക്കാനൊന്നുമില്ല. മേ ബി ഈ ഒരു വീഡിയോ നടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുറച്ച് തെറികളൊക്കെ എൻ്റെ കമൻറ്റിലേക്ക് കിട്ടാനുള്ള കുറേ ചാൻസുകളുള്ള ഒരു ടോപ്പിക്കാണ് ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാലും എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെറി വിളിക്കാം, എന്ത് വേണമെങ്കിലും പറയാം, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും സ്വാപ്പിംഗ് കാര്യങ്ങൾ പറയാം. ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ ആയത് എന്നുള്ളൊരു കാര്യം പറയാം. നിങ്ങൾ എലിജിബിൾ ആവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം പറയാം. എലിജിബിൾ ആയ ആൾക്കാർക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ കൊണ്ട് തന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ എലിജിബിൾ ആവാത്ത ആൾക്കാർക്ക് വളരെയധികം ഒരു സന്തോഷം കിട്ടുന്ന ഒരു വീഡിയോ കൂടി ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടൈം ഫാമിൻ്റെ ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റ് വായിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ സ്റ്റേജ് 1 ഓഫ് ദ ടൈം ഡ്രോപ്പ് ഈസ് ലൈവ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, സ്റ്റേജ് 1ൻ്റെ ഈ ഒരു അവർ ആൾറെഡി തന്നെ ഒരു സ്വാപ്പിംഗ് സ്റ്റേജ് 1 ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് 1ൽ 20% ഓഫ് എത്രത്തോളം എയർ ഡ്രോപ്പ് ടൈം ടോക്കൺ ആണോ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, അതാണ് അവർ തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് 1 ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാടി കയറിയിട്ട് എന്താ ചെയ്യുക, പെട്ടെന്ന് ഓടി ചാടി വേണ്ടിയിട്ട് ഈ ഒരു ടൈം ഫാമിൻ്റെ ഇത് എടുത്ത് നോക്കും, നമ്മൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ആക്റ്റീവ് ടൈം ഫാം യൂസേഴ്സ് ആർ നൗ ക്വാളിഫൈ ഫോർ സ്റ്റേജ് 1. അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യം, അപ്പോൾ ഇവൻ്റെ കണക്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയത് എൻ്റെ കണക്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൽ ഡെയിലി സ്ട്രീക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൽ ഡെയിലി ടാസ്ക് ഒക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ ഈ ഒരു ചാനലിൽ രണ്ടിനും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ, നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഞാൻ കണക്കാക്കുന്നത്. ഇനി ഇവൻ്റെ രീതിയിലുള്ള വ്യക്തികൾ എന്താണെന്ന് പറഞ്ഞാൽ ഹൈ റെഫറിലുള്ളത്, ഇപ്പോൾ എൻ്റെ റെഫറിനേക്കാളും 400 അല്ല 300 അല്ല അതിനേക്കാളും ഒരുപാട് റെഫറിലുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ എന്താവാൻ പോകുന്നത്, ഇതിൽ ക്വാളിഫൈ ആവാൻ പോകുന്നത്. അങ്ങനെയാണ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി കിടക്കുന്നുണ്ട്. ഞാൻ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്വാളിഫൈ ആയി, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് എന്നെ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നീ റെഫറിലൊക്കെ കേട്ടിട്ട് നീ ക്വാളിഫൈഡ് ആയിട്ടില്ലടാ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടില്ല. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഫസ്റ്റ് എപ്പോഴും നമ്മൾ അതിബുദ്ധിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഞാൻ ഇപ്പോൾ ഒരുപാട് റെഫറിൽ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, എൻ്റെ വേറെ 2 അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു 100 പേര് 200 പേരിന് കയറ്റി. ആ അക്കൗണ്ടിൽ ഞാനൊരു 100-200 പേരിന് കയറ്റി. അങ്ങനെ 3 അക്കൗണ്ടിലും കൂടി കയറ്റിയപ്പോൾ ലാസ്റ്റ് ഞാൻ എന്താണ്, വട്ടത്തിൽ മൂഞ്ചി. അതിബുദ്ധി എപ്പോഴും ാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് 1.5 ബില്യൺ സെക്കൻഡ്സ് പോയിൻറ്റ്സ് ഉണ്ടായിട്ടും ഞാൻ ക്വാളിഫൈ അല്ല. അപ്പോൾ ഈ ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ റെഫറിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ അവൻ്റെ മോഡറേറ്ററും ആണ്. എന്താണ് ഇതിന് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, അവൻ്റെ ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരായ യൂസേഴ്സും ഇതിൽ എലിജിബിൾ ആയിട്ടില്ല. ഇനി നമ്മൾ എലിജിബിൾ ആവാത്ത ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയും ഇതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ടൈമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതല്ലേ എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസം വെയിറ്റ് ചെയ്യാം. 1 മാസം എന്ന് അവർ പറഞ്ഞിട്ടില്ല. അവരെന്താ ഈ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നോ വറീസ് ഇഫ് യു ആർ നോട്ട് അറ്റ് ലിസ്റ്റ് എറ്റ്. നിങ്ങളൊരു ലിസ്റ്റിലില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വറി ആവരുത്. സ്റ്റേജ് 2 ഓഫ് ദ ഡ്രോപ്പ് ഈസ് കമ്മിങ് ഇൻ അബൌട്ട് എ മന്ത്. അപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റേജ് 2 വരും. അപ്പോഴും നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. അപ്പോഴും നിങ്ങൾ വറി ആവരുത്. നിങ്ങൾക്കൊരു സ്റ്റേജ് 3 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എല്ലാവരും എലിജിബിൾ ആവും. അപ്പോൾ ചിലവരുടെ ഞാൻ ഒരു ചാനലിൽ ഓഡിയോ കേട്ട് എനിക്ക് തലവേദന വരാൻ തോന്നി. പറഞ്ഞാണോ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതോ ചാനലൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന കാരണം ഞാൻ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കണം, മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരോട് അപ്രോച്ച് ചെയ്തിട്ട് ഈ ഒരു എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്രത്തോളം ഒരു ടൈം അലോക്കേറ്റഡ് എന്ന് കൊണ്ട് കാണിച്ചിട്ടുണ്ടാവും. ആ ഒരു ടൈം അലോക്കേറ്റഡ് അവർക്കത് എടുക്കണമെങ്കിൽ അവൻ്റെ ആൾറെഡി ഉള്ള സെക്കൻഡ്സിനേക്കാളും ഇരട്ടി അവർക്ക് എന്ത് വേണം, അവൻ്റെ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ആ ഫുൾ ടൈം ടോക്കൺ എടുക്കാൻ പറ്റുള്ളൂ. അത് അപ്പം തന്നെ എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എടുക്കാൻ പറ്റില്ല. ഒരു 30 ദിവസത്തേക്കായിരിക്കും, ആ ഒരു പതുക്കെ 30 ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാവുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സെക്കൻഡ്സ്
കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഞാനിനി ഒരു സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമായിരിക്കും തിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയാൽ, ഞാൻ പറയുന്നതെല്ലാം ശരിയായിരിക്കില്ല, നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇനി അങ്ങനെ ചെയ്താൽ നല്ലതാണോ എന്ന് ചിന്തിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പാത്ത് നിങ്ങൾ എടുത്തിട്ട് നല്ല രീതിയിൽ എലിജിബിളായ ആൾക്കാരിനെ നേരെ അപ്രോച്ച് ചെയ്യുക. അവനെ വളരെയധികം വലിയിട്ട് പിടിച്ച് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എത്രയാണോ ഇത് ബ്രോ വെച്ച് എനിക്കുള്ളത് തന്നാൽ മതി എന്ന് വേണ്ട, അത് മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പോക്കറ്റിൽ കാശിടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ ടൈം ഫാമിലുള്ളൂ. അപ്പോൾ എന്തായാലും വളരെയധികം ഈ ടെലിഗ്രാം പ്രൊജക്റ്റൊക്കെ മൂഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ എന്തായാലും മൂഞ്ചിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഇപ്പോൾ റിയാലിറ്റി. അപ്പോൾ എലിജിബിൾ ആവാത്തവർ അവിടെ പോയി കുറേ തെറി വിളിച്ച്, ഇല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കുറേ തെറി വിളിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും ഞാൻ തീരുമാനിക്കുന്നതല്ല, ഞാൻ എലിജിബിൾ അല്ല. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് തെറി വിളിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ആരിനെ തെറി വിളിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തെറി വിളിച്ചിട്ടോ ആക്കിയിട്ടോ ഒന്നുമല്ല ടെലിഗ്രാമോ ഇല്ലെങ്കിൽ ക്രിപ്റ്റോ ഒന്നും ഒരു എയർ ഡ്രോപ്പൊക്കെ കിട്ടുക നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക. പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള മറുപടികൾ ഒന്നില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ കമൻറ്റിൽ ആരെങ്കിലും കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കമൻറ്റിൽ തരും. അതേപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ടെലിഗ്രാം ചാനലിൽ കയറുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതേപോലെയുള്ളതല്ല നല്ല നല്ല പ്രൊജക്റ്റുകളും ഇതേപോലെയുള്ള ചില പ്രൊജക്റ്റുകളും അവിടെ വന്ന് പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല പ്രൊജക്റ്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ ഞാൻ എന്ത് ചെയ്തല്ല, ഞാൻ ദൈവമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ പ്രൊജക്റ്റും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് നല്ല പ്രോഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ റീസെൻ്റ്ലി ടാക്കർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ലിസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. അതിൻ്റെ ക്ലെയിമിംഗ് ലിങ്ക് ഇല്ലെങ്കിൽ ചെക്ക് അലോക്കേഷൻ ലിങ്ക് അവർക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആ ഒരു അലോക്കേഷനൊക്കെ എത്രയാണെന്ന് നോക്കാം. അതിലും പ്രധാനമായിട്ട് മൂഞ്ചിക്കൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ബിനാൻസ് ആൽഫയിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്കായിരിക്കും കൂടുതൽ കമ്മ്യൂണിറ്റിയിലെ അലോക്കേഷൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇതിൽ എനിക്കെന്താണ് പനിയൊക്കെയാണ്. അപ്പോൾ അത് കാരണമാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എൻ്റെ ഒരു ശൈലി ഒന്നും മാറിയിട്ടില്ല, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. ഇനിയിപ്പോൾ ഒന്നും ഗതി കെട്ടാണെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കുക. അടുത്ത സ്റ്റേജിൽ മേ ബി നിങ്ങൾ എന്താവാം, എലിജിബിൾ ആവാം. എന്നാലും ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് അത് ടൈം ടോക്കൺ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് ഇപ്പം തന്നെ ആരെങ്കിലും വണ്ടി കെട്ടിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരാളൊക്കെ പാർട്ട്ണർ ഇല്ലെങ്കിൽ മെമ്പർ ആയിട്ടുള്ള ഒരാളൊക്കെ എന്തായിട്ടുണ്ട്, ഇതിൽ എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 30 ടോക്കൺ കിട്ടണമെങ്കിൽ ആൾ പറയുന്നത് 60 ബില്യൺ ഒക്കെ വേണം എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവും. അവൻ്റെ ഗ്രൂപ്പിൽ പോയി ഡൗട്ട് ചോദിക്കുന്നതിനേക്കാളും നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഫുൾ ക്ലാരിറ്റി ഒക്കെ ഇവിടെ നിന്നുള്ള ആൾക്കാർ പച്ചയായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്ന് പറയുക. വീഡിയോയ്ക്ക് കുറച്ച് ലൈക്ക് തരിക, ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.